ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു വാട്ടർ കളർ പെയിൻറ്റിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, ആദ്യമേ ഞാൻ വിചാരിച്ച ഷോർട്സ് ഇടാനാണ്, പിന്നെ ഞാൻ വിചാരിച്ചു ഫുൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മഷ്റൂം വാട്ടർ കളറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വരയ്ക്കാൻ തുടങ്ങാം. ആദ്യം നമ്മളൊരു വൈറ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന പോലെ മഷ്റൂം വരച്ചു കൊടുക്കുക. ഞാൻ ആദ്യമേ ഒരു വലിയൊരു മഷ്റൂം, പിന്നെ വേറെ 2 കൊച്ചു മഷ്റൂം ആട്ടോ വരച്ചെടുക്കുന്നത്. പിന്നെ 2 പാർട്ടീഷൻ പോലെ ഞാൻ രണ്ട് ഇതുപോലെ ബാക്കിൽ വരണം, ഫ്രണ്ടിൽ. സോ ഇപ്പം ബാക്കിലായിട്ടൊരു 3D എഫക്റ്റ് ഇട്ടാനായിട്ട് ബാക്ക് ഒരു സൈഡ് മാറ്റി വരച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു മഷ്റൂം നിൽക്കുന്ന ഒരു പ്ലേസ് മാറ്റി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മളൊരു ഗ്രീൻ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്താണെങ്കിൽ ആർക്കിലിക് പെയിൻറ്റും അതേപോലെ വാട്ടർ പെയിൻറ്റും ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു കളറില്ലേ, ഇതിൻ്റെ കളറെന്ന് തോന്നി പേരൊന്നും അറിഞ്ഞൂടാ, ഇത് ആർക്കിലിക് പെയിൻറ്റായിട്ട് ഇതേപോലെ ആ ഒരു ഗ്രീനിൻ്റെ മേളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു ഡാർക്കർ ഷെയ്ഡ് പോലെ ആക്കിയെടുക്കണം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഈ ഒരു ഇത്. ഇതേപോലെ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വരച്ചു കൊടുക്കുക, ഒരു ഷെയ്ഡ് പോലെ കിട്ടാനാണ്. പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് അത് വലിയ ഷെയ്ഡ് പോലെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് മൊത്തത്തിൽ ഗ്രീൻ അടിച്ചു കൊടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് മഷ്റൂം കളർ ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടും ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂമിനാണ് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളർ ആർക്കിലിക് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം അതെടുത്തിട്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പോലെ വരച്ചിട്ട് അകത്ത് നല്ലപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മഷ്റൂമിനകത്ത് ഈ അകത്ത് ഒരു ഭാഗം ഉള്ളതുപോലെയാണ് നമ്മൾ 3D പോലെയാണ് ചെയ്തെടുത്തേക്കുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ അടിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അവിടെ ആയിട്ട് അടിക്കേണ്ടത് ഗ്രേ അല്ല, ഈ സ്കിൻ ടോൺ കളറാണ്, സാൻഡിൽ കളറിൽ, അതാണ്. ഇത് ഞാൻ വൈറ്റും യെല്ലോയും റെഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളർ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഓറഞ്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. അല്ലെങ്കിൽ ഓറഞ്ച് അടിച്ചു കൊടുക്കും, ഓറഞ്ച് പോലെ. അപ്പം ഓറഞ്ചിനോട് ശകലം വൈറ്റ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ഔട്ട്ലൈൻ പോലെ നമ്മുടെ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. വൈറ്റ് ഞാനിവിടെ ആർക്കിലിക് പെയിൻറ്റ് ആയിട്ട് എടുത്തേക്കും. വൈറ്റ് കളർ എനിക്ക് ഈ വാട്ടർ കളറിൻ്റെ പെയിൻറ്റ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അവസാനം ചെയ്ത് വരുമ്പോൾ വാട്ടർ കളർ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ അത് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഈ ഗ്രേ കളർ എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ സ്റ്റെമ്മിന് വരച്ച് കൊടുക്കണം കേട്ടോ, മഷ്റൂമിൻ്റെ. അപ്പം ഈ ഒരു കളറ് ആണോ എനിക്ക് വരുന്നതെന്ന് അറിഞ്ഞുകൂടെ. ഞാൻ ഈ മിക്ക വീഡിയോസിലൊക്കെ ഇതാണ് കണ്ടിട്ടുള്ളത്. ചില വീഡിയോസൊക്കെ ബ്രൗൺ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഗ്രേ ആണ് അടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത് ഞാൻ ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ അടിച്ച വാട്ടർ കളറാട്ടോ. ഈ വട്ടം നമ്മൾ അടിച്ചത് ഇത് എന്തായിരുന്നു, ആർക്കിലിക് പെയിൻറ്റായിട്ട് അടിച്ചു കൊടുത്തേക്കുന്നത്. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് മൊബൈലിൽ താഴെ വീഴാൻ പോയി, പിന്നെ നമ്മളെ പിടിച്ച് നിർത്തിയതാട്ടെ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം അത് അങ്ങനെ എല്ലായിടത്തും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളർ പെയിൻറ്റ്. ചെറിയ ടച്ചപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതാട്ടെ ഫൈനൽ ലുക്ക് വന്നേക്കുന്നത്. എനിക്ക് ആ വൈറ്റ് കളർ അടിച്ച് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും ബൈ സി. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും.